പ്രൈസ് ദ ലോർഡ്. അന്യഭാഷ ദീർഘസമയം തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരുന്നാൽ എന്ത് സംഭവിക്കും എന്നതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. അന്യഭാഷ അടയാളത്തോടുകൂടെ ആത്മസ്നാനം പ്രാപിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ ഈ വീഡിയോ മുഴുവനായി കാണുകയും വ്യക്തിപരമായിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. അത് ഈ വിഷയത്തിൻ്റെ ആധികാരികതയെ കുറച്ചുകൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിന് കാരണമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അന്യഭാഷയുടെ വിവിധ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ വീഡിയോയിലൂടെ എൻ്റെ വ്യക്തിപരമായ ഒരനുഭവത്തെ പങ്കുവയ്ക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒരു ദിവസം രാത്രിയിൽ ഞാൻ വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഞാൻ കരുതി എന്നാൽ അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം എന്ന് കരുതി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പ്രത്യേകമായ ഒരു അനുഭവമൊന്നും ആരംഭത്തിങ്കൽ തോന്നിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, പ്രത്യേകമായ അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം നമ്മുടെ പൊതുവെയുള്ള ഒരു ധാരണ അല്ലെങ്കിൽ കീഴ്വഴക്കം എന്നത് സഭായോഗങ്ങളിൽ പാട്ടുപാടുമ്പോൾ അതിൻ്റെ അവസാനം അന്യഭാഷയിൽ അല്പസമയം സംസാരിക്കുക എന്ന ഒരു ചിന്തയാണ് നമുക്ക് പൊതുവേ ഉള്ളത്. അല്ലെങ്കിൽ ആ ഒരു നിലയിലാണ് നാം അന്യഭാഷയെ ഉപയോഗിക്കുന്നത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അല്പസമയം അന്യഭാഷയിൽ സംസാരിച്ചു. പ്രത്യേകിച്ച് ആരംഭത്തിങ്കൽ പ്രത്യേക അനുഭവമൊന്നും തോന്നിയില്ല. പലവിധമായ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എന്തോ ഒരു നിയോഗം എൻ്റെ ഉള്ളിലുണ്ടായി. ഞാൻ അത് തുടർന്നുകൊണ്ടേയിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു. അന്യഭാഷയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു, അന്യഭാഷ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പലവിധമായ ചിന്തകൾ വന്നുകൊണ്ടേയിരുന്നു. അതൊന്നും വകവയ്ക്കാതെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിന് ശേഷം, ഒരു 40 മിനിറ്റിന് ശേഷം പെട്ടെന്ന് എൻ്റെ ചിന്താമണ്ഡലത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോയി. അതെനിക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമായിരുന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് മറ്റൊരു തലത്തിലേക്ക് എന്നെ മാറ്റുകയുണ്ടായി. ആ തലത്തിൽ ഞാൻ വെളിപ്പാടുകളെയും ദർശനങ്ങളെയും കാണാൻ തുടങ്ങി. വെളിപ്പാടുകളെയും ദർശനങ്ങളെയും കാണാൻ തുടങ്ങി എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ അർത്ഥം, വെളിപ്പാടുകളും ദർശനങ്ങളും കണ്ടു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ സഭയിലുള്ള ആളുകളോട് ബന്ധപ്പെട്ടിട്ടുള്ള പല ദർശനങ്ങളും ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നു. സഭയിലുള്ള ആളുകളുടെ അപ്പോഴത്തെ അവസ്ഥ, അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, അവരിലുള്ള പല വീഴ്ചകൾ ഒക്കെയും പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഏറ്റവും രസകരമായ കാര്യം, സഭയെക്കുറിച്ചും സഭയിലുള്ളവരെക്കുറിച്ചും ഇത്തരത്തിൽ വെളിപ്പെടുത്തി എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ തെറ്റല്ല എന്ന് കരുതിയിരുന്ന പലതും, കുറവുകളല്ല എന്ന് കരുതിയിരുന്ന പലതും, എന്നിലെ കുറവുകളെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആ ദർശനത്തിലൂടെ, ആ വെളിപ്പാടിലൂടെ എനിക്ക് കാണിച്ചു തന്നു. അതൊരു വലിയ ആത്മിക അനുഭവമായിരുന്നു. ഞാൻ ഈ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ തുടർമാനമായി അന്യഭാഷ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ, വ്യക്തിപരമായി പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ, ആരംഭത്തിങ്കിൽ ഒരു പക്ഷെങ്കിൽ പലവിധമായ അലസമായ ചിന്തകളൊക്കെ കടന്നു വരും. പക്ഷേ നിങ്ങൾ തുടർമാനമായി പറഞ്ഞുകൊണ്ടേയിരുന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാൽ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ, ചിലപ്പോൾ ചിലർക്ക് അരമണിക്കൂറാകാം, 1 മണിക്കൂറാകാം, നമുക്ക് അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. നാം ഈ വെളിപ്പാടും ദർശനവും ഒന്നും കാണുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. പരിശുദ്ധാത്മാവാണ് അതിൻ്റെ ഉത്തരവാദി, പരിശുദ്ധാത്മാവാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അരമണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ കാണണമെന്നൊന്നും നിർബന്ധം പിടിച്ചാൽ നടക്കില്ല. നമ്മൾ തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, അന്യഭാഷയിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നാൽ, ചിലർക്ക് അരമണിക്കൂറാകാം, ചിലർക്ക് 1 മണിക്കൂറാകാം, ചിലർക്ക് 1.5 മണിക്കൂറാകാം. പക്ഷേ ഉറപ്പായിട്ടൊരു കാര്യം പറയാം, കുറേ സമയം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്താമണ്ഡലത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും വെളിപ്പാടുകളുടെയും ദർശനങ്ങളുടെയും ഒക്കെ കലവറകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ തലമുറകളെക്കുറിച്ച് എന്തിനേറെ പറയുന്നു, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും.
നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ, ഇതെങ്ങനെ വന്നു, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുടർമാനമായി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്, ദീർഘസമയം പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലൊരു ശീലമാക്കിയാൽ പൗലോസപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് അന്വർത്ഥമാകും. എന്ത്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധന വരുത്തുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. കാരണം നാം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാസ്തവത്തിൽ ഞാനിപ്പോൾ ശുശ്രൂഷകനായതുകൊണ്ട് എൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ വെളിപ്പാടിലൂടെ ഞാൻ കണ്ടെങ്കിൽ പോലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾ കൂടെ പരിശുദ്ധാത്മാവ് അതിൻ്റെ ആ പ്രാർത്ഥനയുടെ സമയത്ത് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നെ ഈ കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി അത് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതി ചേർക്കുക. എന്തിനു വേണ്ടി എന്നാൽ ഇത് വായിക്കുന്ന അനേകർക്ക് അത് അനുഗ്രഹമായി തീരും. ഞാൻ ഈ പറയുന്ന കാര്യത്തിൻ്റെ ആധികാരികത കുറച്ചുകൂടെ ഉറപ്പുള്ളതായി തീരും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വ്യക്തിപരമായി അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്, ദീർഘസമയം പ്രാർത്ഥിക്കുന്ന ഒരു ശീലമാക്കുക. കേവലം സഭായോഗങ്ങളിൽ അല്പസമയം പറഞ്ഞ് അവസാനിപ്പിക്കാതിരിക്കുക. വലിയ അനുഗ്രഹം ജീവിതത്തിലുണ്ടാകും, വലിയ ആത്മീക വളർച്ചയുണ്ടാകും, ദൈവത്തിൻ്റെ പ്രവൃത്തി നാം കാണും. ആമേൻ.